ഹായ് നമസ്കാരം, ഞാൻ ഷീമ. ഇന്ന് തൊഴിലാളി ദിനോടെ മെയ് 1-ാം തീയതി കേട്ടോ. ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൽ ഏറ്റവും വലിയ പോരാളി നമ്മൾ തന്നെയാണ്, തൊഴിലാളി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത ജോലികളില്ല. എത്ര ജോലികൾ ചെയ്താലാണ് ഒരു ദിവസം നമുക്ക് തീർന്നു കിട്ടുക. എത്ര കാര്യങ്ങൾ ചെയ്യണം. ഞാൻ വിചാരിച്ചു പിള്ളേരൊക്കെ വലുതായി കഴിയുമ്പോൾ നമുക്ക് ജോലികൾ കുറവായിരിക്കുന്നു. പക്ഷേ ഇല്ല കേട്ടോ, ഇപ്പോഴാണ് ജോലികൾ ഒത്തിരി കൂടുതൽ. കാരണം എത്ര ചെയ്താലും തീരില്ല. അത് കഴിഞ്ഞാലോ ലാസ്റ്റ് രാത്രിയാകുമ്പോൾ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്താ ഇത്ര പണിയെന്ന് ചോദിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ജോലികളുണ്ടാവും ചെയ്യാനായിട്ട്. ചെടികളുടെ കാര്യവും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. മെയ് 1-ാം തീയതി കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റുകളൊക്കെയാണ് ആദ്യമേ തന്നെ എടുത്തൊന്ന് വാഷ് ചെയ്യാനായിട്ടിട്ടത്. കുറച്ച് നേരം നനച്ച് വെക്കും കേട്ടോ. എന്നിട്ടായിരിക്കും മെഷീനിൽ തന്നെയാണ് ഞാൻ വാഷ് ചെയ്യണത്. നമ്മൾ കുറച്ച് ക്ലോറിനും കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നനച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ രൂപത്തിൻ്റെ നടയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഉണക്കമാസമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് നല്ല പൊടിയുണ്ടാവും. എപ്പോൾ തുടച്ചാലും നല്ല പൊടി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു പണിയാണ്. പക്ഷേ ഇഷ്ടത്തോട് ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ഇഷ്ടത്തോടു കൂടി തന്നെ അത് നമുക്ക് ഭാരമായിട്ട് തോന്നില്ല. എനിക്ക് ഇങ്ങനെ രൂപങ്ങളൊക്കെ വെക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കും. 1-2 എണ്ണം കൂടി വിഷ് ലിസ്റ്റിലുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് താമസമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുന്തിരിക്ക വെക്കുന്ന സ്ഥലങ്ങളൊന്നും എല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ കുരുത്തോലയൊക്കെ എല്ലാം മാറ്റിയിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ മേളിൽ കയറി നിന്നിട്ട് വേണം പകുതി തുടക്കാൻ. സിംസൺ ഇന്നില്ലാഞ്ഞുകൊണ്ട് ഹൈറ്റ് നമുക്കൊരു പ്രശ്നമാണ്. സിംസൺ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, സിംസൺ തുടച്ചൊക്കെ തരും മേലത്തെ പോർഷനൊക്കെ. അപ്പം ഞാനെല്ലാം തുടച്ച് നീറ്റാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ മിക്കപ്പോഴും ചെയ്യുന്ന പരിപാടിയൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് തിരിച്ചെടുത്ത് ബ്രഷൊക്കെ ചെയ്ത് തിരിച്ചെടുത്ത് വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ സംഭവം തന്നെ, നമുക്ക് ഇഷ്ടമാണല്ലോ എല്ലാത്തിനും പ്രാധാന്യം. അങ്ങനെ ഈ ജോലികളൊക്കെ തീരുമ്പോൾ തന്നെ ഒത്തിരി സമയമെടുക്കും. എന്തുകൊണ്ടാണ് ഇത്രയും രൂപങ്ങളൊക്കെ വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരിഷ്ടമാണ്. എല്ലാവരെയും തൊട്ടുമുത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരാശ്വാസമാണ് മനസ്സിന്. വീട്ടിൽ നിന്ന് പോകുമ്പോഴും രാത്രി കിടക്കാൻ നേരത്തൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ലൈഫ് എപ്പോഴും മുന്നോട്ട് പോകണം കേട്ടോ. പ്രാർത്ഥന പണ്ട് തുടങ്ങിയുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ ബോർഡിൽ ഞാൻ ബൈബിളിൽ വചനങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ ആദ്യം സ്കോട്ട്ലൻഡ് വെസ്റ്റേണൊക്കെ എഴുതിക്കൊണ്ടിരുന്ന വെച്ചത് ഇപ്പം ഞാൻ മാത്രം അങ്ങനെയായി. അതായത് വചനപ്പെട്ടിയിൽ നിന്ന് ബൈബിൾ നമ്മൾ 3 എടുക്കും, അത് ഞാൻ എഴുതി വയ്ക്കും. ഒത്തിരി പഠിക്കുന്നതൊന്നുമല്ല, ജസ്റ്റ് ഞാൻ എഴുതും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്കൊന്ന് ജസ്റ്റ് വായിക്കും. പിന്നെ കുന്തിരിക്കത്തിൻ്റെയൊക്കെ വെക്കുന്നൊരു ബോക്സ് ഉണ്ട്. ഇതേപോലെ ക്യാൻഡിലും കുന്തിരിക്കും ചന്ദനത്തിരിയും അങ്ങനെ. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കാലിയായതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ തന്നെ ഒരു ബോക്സും കൂടി ഉണ്ട്, പ്രാർത്ഥന ബുക്കുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്നെടുത്ത് ക്ലീൻ ചെയ്യാനുണ്ട്. ഇതുപോലെ പൊടി കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ബോക്സിലേക്ക് ഞാൻ മാറ്റിയത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. ക്ലീനിങ്ങും കൂടി കഴിഞ്ഞ് ലൈറ്റ് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാവരും ചോദിക്കും ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ടിരിക്കുന്നത് എന്താണെന്ന് എന്നോട് ചോദിക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ ഇതൊക്കെ തന്നെ കാര്യം കേട്ടോ. വെക്കേഷൻ തുടങ്ങി വെസ്റ്റേൺ ഈ കുഷ്യൻ കവറുമ്മ കിടന്ന് നല്ല മറിക്കലാണ്. ഇതിട്ട് എല്ലാം നല്ല പഞ്ചാക്കി വെച്ചെന്ന് പറയില്ല ആ അവസ്ഥയിൽ. ചിലതൊക്കെ ഞാൻ തയ്ച്ച് വെച്ചതുകൊണ്ട് അത് അത്രയും ഭംഗിയായിട്ടിരിക്കണം. അതായത് സ്റ്റിച്ച് പൊട്ടാതെ. മിക്കതിനെ സ്റ്റിച്ചൊക്കെ പൊട്ടി അതിൻ്റെ കോട്ടണൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ എല്ലാം വാഷ് ചെയ്യാനായിട്ട് ഇടണം. പുതിയ കവർ ഇടാനുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. പിന്നെ സോഫയിലെ പൊടി ഉണ്ടാവും, അതൊക്കെ ഒന്ന് തട്ടിയെടുത്ത് വാക്യൂം എനിക്ക് ഓണാക്കാൻ മടിയായി. ഞാനോർത്ത് ഇത് വെച്ചിട്ട് അങ്ങോട്ട് ഒന്ന് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പൊടികളൊക്കെ തന്നെ പോരും. സിംസൺ ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി ഇടാൻ മടിയായി. എല്ലാം കൂടി എടുത്ത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ ആവശ്യത്തെയാണ്. അപ്പോൾ ഞാനോർത്തു എന്നാൽ പുതിയ കവറൊക്കെ എടുത്തിട്ടേക്കാം. 1-2 കവറുണ്ട്, അതിങ്ങനെ മാറിയും മറിച്ചിടും. ഞങ്ങളുടെ സോഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ദിവാൻ പോലെ കട്ടിൽ പോലെ വന്നിട്ടേക്കുന്നതാണ്. കാരണം എനിക്കറിയാമായിരുന്നു ഇവർ ഈ വലുതാവണ വരെ ഇതിട്ടില്ലെങ്കിൽ ഈ സോഫയെ കിടന്ന് തിരികി അതൊരു വഴിയാക്കുമെന്ന്. പിന്നെ എൻ്റെ കുറച്ച് പുളികൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നല്ല കറുത്ത പുളി ഉണ്ടായി പറഞ്ഞാൽ അധികം കറുക്കാത്തുണ്ടായിരുന്നു. പുളി എത്ര മേടിച്ചാലും അതിനകത്തൊരു കുരുവുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കീടം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ പരട്ടി വെച്ചു. അപ്പോൾ സ്കോട്ട്ലൻഡ് ചോദിക്കണത് ഇത് എന്തിനാ ഇങ്ങനെ ചെയ്ത് വെക്കണേ. ഞാൻ അവനോട് ചോദിച്ചാൽ നിൻ്റെ വായിൽ വെള്ളം വന്നിട്ടുണ്ടാകുന്ന ചോദിച്ചു. ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ പുളിയിട്ടതിന് എനിക്ക് അങ്ങനെയൊന്നും വന്നില്ല എന്ന് തോന്നി. പക്ഷേ ചെറുപ്പത്തിൽ എനിക്കും അതെ കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല. ഇപ്പോൾ പുളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരെണ്ണം എടുത്ത് കഴിക്കാനൊക്കെ തോന്നും. പണ്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ലായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മുടെ കുറേ അവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ എല്ലാം ബോൾസൊക്കെ ആക്കി വെച്ച് ഭരണിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകുട്ടന്മാർക്ക് ഫുഡ് കൊടുക്കാൻ മറന്നു കേട്ടോ. അങ്ങനെ വേഗം അതൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഒരു ഇഞ്ചിൽ ചത്തു കേട്ടോ, ബാക്കി ഒരെണ്ണം അവിടെയൊക്കെ താഴെ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ, ഏറ്റവും താഴെയായിട്ട് നിൽക്കുന്നുണ്ട്. അത് പക്ഷേ മേളിലേക്ക് പൊന്തി വരത്തില്ല ഇഞ്ചിൽ. അപ്പോൾ അങ്ങനെ അത് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ പണികൾ കുറേ കഴിഞ്ഞു. ഇനി കിച്ചണിൽ നല്ല പണിയുണ്ട് കേട്ടോ. രാവിലെ തുടങ്ങി അകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഹോളിലും സിറ്റ് ഔട്ടിലൊക്കെ ആയിട്ടല്ലേ ഞാൻ ചെയ്ത് തീർത്തേ. അകത്ത് കിച്ചണിൽ നല്ല പണിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒതുക്കി പെറുക്കി വയ്ക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.